ഹായ് ഫ്രണ്ട്സ്, കുങ് ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്നത്തെ വീഡിയോ ബേസിക് കിക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ രീതിയിലൊരു സ്ട്രെച്ച് ചെയ്യാം. അത് നമ്മൾ ഹിപ്പൊക്കെ ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ്. ഹിപ്പ് അൺലോക്കിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു 3-4 സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് കിക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി ആദ്യമായിട്ട് നിങ്ങൾ ലെഗ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാം. നീ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഈ മുട്ടുകാല് ചെസ്റ്റിനോട് ചേരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരു 10 സെക്കൻഡോളം ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് അടുത്ത ലെഗ് അതുപോലെ തന്നെ ചെയ്യുക. ഇതിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് സ്റ്റാൻഡിൽ ലെഗ് ബാലൻസ് പോവാതെ ഇത് സ്റ്റഡി ആക്കി പിടിക്കുക. നിവർന്ന് മുട്ടുകാലം നിവർന്ന് നിൽക്കുന്ന പോലെ നിൽക്കുന്ന കാലം നല്ല സ്റ്റഡി ആയിട്ട് ഇതിൽ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതൊന്ന് ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. 2 ലെഗും ചെയ്യാം. അതിനുശേഷം ഇത് സെയിം ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ചേർക്കുക. ഇതുപോലെ ഈ ഒരു ആംഗിളിലേക്ക് നീ ഇങ്ങനെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരിക. ബോഡി താഴേക്ക് പോവാതെ മാക്സിമം ബോഡി ഇങ്ങോട്ട് തന്നെ വയ്ക്കുക. ലെഗ് റൈസ് ചെയ്യുന്നതനുസരിച്ച് ബോഡി ബാക്കിലേക്ക് പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കുക. ലെഗ് ഇതുപോലെ ഒന്ന് ഇതും ഒരു 10 സെക്കൻഡ് ചെയ്യുക. സെയിം ഓപ്പോസിറ്റ് സൈഡിലേക്കും സെയിം ഇതുപോലെ ഒന്ന് ബോഡി താഴേക്ക് വിടാതെ. അതിനുശേഷം ഇതുപോലെ കാലൊന്ന് പുറകിലേക്കൊന്ന് മടക്കും. ഇതുപോലെ ഒന്ന് ഹിപ്പിലേക്ക് ചേരുന്ന രീതിയിലൊന്ന് ക്ലോസ് ചെയ്ത് പിടിക്കുക. പിന്നെ ഇവിടെ നിന്ന് നീ ഒന്ന് ഇതുപോലെ ഒന്ന് മുട്ടുകാലൊന്ന് മുകളിലേക്കൊന്ന് റൈസ് ചെയ്യുക. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ കാലൊന്ന് നിവർത്താൻ നോക്കുക. ബെൻഡ് ഒന്ന് നിവർത്തിയിട്ട് മാക്സിമം ഇതും ബാലൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യാം. ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക. എല്ലാ മൂവ്മെൻറ്റുകളും ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ശ്രദ്ധിക്കുക. ചെറിയൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യുക. അതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ബാലൻസ് തെറ്റി താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ലെഗും സെയിം അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. കാലൊരു അല്പം ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഡീപ്പ് സ്റ്റാൻസിലേക്ക് നമ്മൾ ഹോട്ട് സ്റ്റാൻസിലേക്ക് പോകണ്ട, ലൈറ്റായിട്ട് ഇത്ര നമ്മളൊരു 2 ഷോൾഡർ വിത്ത് കിട്ടുന്ന രീതിയിൽ വെക്കുക. ഇവിടുന്ന് മുട്ടുകാലൊന്ന് മടക്കുക. മുട്ടുകാല് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇനി ഈ ഒരു കാല് ഇതിലേക്ക് വെയിറ്റ് മാറ്റിയിട്ട് ഈ ഒരു കാലൊന്ന് റൈസ് ചെയ്യുക. റൈസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങളുടെ കൈ വെച്ച് ഇതൊന്ന് പിടിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ കാലിൻ്റെ മുകളിൽ കൂടി നീയുടെ മുകളിൽ കൂടി ഇതൊന്ന് ഇതിലേക്കൊന്ന് കയറ്റി വെക്കുക. ഈ ഒരു വശത്തേക്ക് ഇത് റൈസ് ചെയ്ത് പോവാതെ പരമാവധി ഒന്ന് ലെവലാവുന്ന രീതിയിൽ കൈകൾ ചെറിയതായിട്ടൊന്ന് ഇവിടെ ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. നമ്മളൊരു ചെയറിലിരിക്കുന്ന ഒരു ഫീൽഡിലേക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇരിക്കുക. അപ്പം മുട്ടുകാലം ഇങ്ങോട്ട് പൊങ്ങിപ്പോവാതെ ഒരു കൈ വെച്ച് ഇതിങ്ങനെ ഒന്ന് താത്തി കൊടുക്കുക. നമ്മൾ ഈ ഹിപ്പ് അൺലോക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ളൊരു വ്യായാമം തന്നെയാണിത്. അപ്പം കൈ വെച്ച് താഴേക്ക് ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ബോഡി ഒന്ന് ഇതുപോലെ ബെൻഡ് അധികം വരണ്ട, ബോഡി ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ 2 സൈഡിലേക്ക് സെയിം ഈ ഒരു ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക് കിക്സ് ചെയ്യാം. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് കിക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു ത്രസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കിക്കാണ് നമ്മളപ്പോൾ ആദ്യം ബേസിക്കായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലെഗ് ഇതുപോലെ തന്നെ കാല് ഇത്ര ഒരു പൊസിഷനിലേക്ക് അധികം വൈഡിലേക്ക് പോകണ്ട. നമുക്ക് ലെഗ് ഫ്രീ ആയിട്ട് എടുക്കാവുന്ന ഒരു മൂവ്മെൻറ്റിലായിരിക്കണം. അപ്പം ഇത് ഒത്തിരി വൈഡ് ചെയ്യേണ്ട. കുറച്ച് ഈ ഒരു രീതിയിൽ വെക്കുക. കൈകൾ ഇവിടെ വെക്കുക. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഹൈറ്റിൽ വേണം ചെയ്യാണ്ട്. അപ്പം നമ്മൾ ലെഗ് അപ്പ് ചെയ്തിട്ട് നമ്മൾ റൈസ് ചെയ്തിട്ട് ഇതിന് മുകളിൽ കൂടിയാണ് കിക്സ് അടിക്കുന്നത്. അപ്പോൾ ബേസിക് ചെയ്യുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഭിത്തി അല്ലെങ്കിൽ ചെയറോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹൈറ്റിന് എന്തെങ്കിലും ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു 4 കൗണ്ടായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു കിക്സ് ബേസിക് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഫസ്റ്റ് 1 ഇവിടെ ഒന്ന് അപ്പ് ചെയ്യുക. അപ്പ് ചെയ്തിട്ട് ഇവിടെ സ്റ്റഡി ആയിട്ട് വീണ് പോവാതെ ബാലൻസ് ചെയ്തിട്ട് അപ്പ് ചെയ്യുക. നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ബാലൻസ് പോകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്നൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ നിന്ന് 2-ൽ ചെയ്യുമ്പോഴത്തേക്കും ഈ കാല് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ചെയ്യുക. അതിലേക്ക് സ്ട്രൈറ്റ് ചെയ്യുക. 3 വീണ്ടും ഫോൾഡ് ചെയ്യുക. 4 ബാക്കിൽ വരിക. 1 2 3 4 ഇതുപോലെ 4 കൗണ്ടിന്, ഒരു കൗണ്ടിന് റൈസ് ചെയ്യുക, 2ാമത്തെ കൗണ്ടിന് എക്സ്റ്റെൻഡ് നിവർത്തുക, 3ാമത്തെ കൗണ്ടിന് ഫോൾഡ് ചെയ്യുക, 4ാമത്തെ കൗണ്ടിന് ലാൻഡ് ചെയ്യുക. ഇതുപോലെ 2 ലെഗും
മാറി മാറി ചെയ്യാം. കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എടുക്കുന്ന ആ ഒരു ഫീല് കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കിത് 2 കൗണ്ടായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 കൗണ്ടിന് ചെയ്തത് 2 കൗണ്ടായിട്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പ് ചെയ്തിട്ട് കിക്സ് അടിച്ച് നിർത്തുന്നത് ഒരു കൗണ്ട്, ഫുൾ ബാക്ക് ചെയ്ത് താഴെ വെക്കുന്നത് രണ്ടാമത്തെ കൗണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് 1 2 1 2 ഇതുപോലെ ഒരു കിക്ക്, ഒരു കൗണ്ട് നിവർത്തി കിക്ക് അടിക്കാനും അടുത്ത കൗണ്ടിൽ ഹോൾഡ് ചെയ്ത് വെക്കാനും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫുൾ കിക്കായിട്ട് അടിക്കാം. ഒരു കൗണ്ടിൽ കിക്സ് അടിച്ചിട്ട് തിരിച്ചു വരിക. അപ്പോൾ അതൊന്ന് ചെയ്യാം. 1 2 3 4 5. അപ്പോൾ കിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലെഗിൻ്റെ ഒരു പൊസിഷനിൽ കാലിൻ്റെ ഈ ഒരു ഭാഗം, നമ്മുടെ വിരലിൻ്റെ താഴത്തുള്ള ഒരു ഭാഗം, ആ ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് ഇതുപോലെ തന്നെ അത് ത്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കിക്സ് ചെയ്യുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചേക്കാം. ഈ ഒരു പാർട്ടിലേക്ക് കിക്സ് ഉണ്ട്. നമ്മൾ മൂവിങ്ങിൽ കിക്സ് അടിക്കുമ്പോൾ ഈ ഒരു പാർട്ടിലേക്ക് ഫസ്റ്റ് കിക്ക് ചെയ്തിട്ട് അത് പുഷ് ചെയ്യുന്ന സമയത്താണ് ഹീലിനെ കൂടി സപ്പോർട്ട് വരുന്നത്. എന്നുള്ള ഫസ്റ്റ് കിക്ക് അടിക്കുമ്പോഴത്തേക്കും ഹീലിലേക്കല്ല വരുന്നത്, ഇത് ത്രസ്റ്റിലേക്ക്, ഇത് വിരലിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഭാഗം, ആ ഭാഗമാണ് പുറത്തേക്ക് ഇരിക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗം ഫസ്റ്റ് ടച്ച് ആവുന്നു, അതിൻ്റെ കൂടെ പുഷിങ് വരുമ്പോഴത്തേക്കും ആ കിക്ക് ഫുള്ളായിട്ട് പുഷ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഹീല് കൂടി സപ്പോർട്ട് ചെയ്തിട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് കിക്സ് നോക്കി. അപ്പോൾ ഇനി ഇത് കിക്സ് നമുക്ക് അടുത്ത സ്റ്റേജിൽ നമുക്കിതൊന്ന് മൂവ് ചെയ്തിട്ട് കിക്സ് ചെയ്തിട്ട് ഓരോ മൂവ്മെൻ്റ് ആയിട്ട് ആ കിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തന്നെ ഡീപ്പ് അല്ലാത്തൊരു സ്റ്റാൻസിലേക്ക് നമ്മൾ പഞ്ച് പ്രാക്ടീസ് ചെയ്തതുപോലെ സെയിം അതുപോലെ തന്നെയുള്ള ഒരു സ്റ്റാൻസിലേക്കാണ് നമ്മൾ വരുന്നത്. ലെഗ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇനി ഇവിടെ നിന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കിക്സ് അടിക്കുന്നു. ആ കിക്സ് അടിച്ചതിന് ശേഷം ആ സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് തന്നെ ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. കിക്സ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ആ ഒരു കാലം മുന്നിലേക്ക് തന്നെ വെക്കുന്നു. അടുത്ത കിക്സ് ചെയ്യുമ്പോഴും സെയിം അതുപോലെ തന്നെ. അടുത്തൊരു കിക്കായിട്ട് നമുക്ക് ക്രസൻറ്റ് കിക്കാണ്. നമ്മൾ ഇൻസൈഡിലേക്ക്, ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് എടുത്തിട്ട് ഫേസ് ലെവലിൽ ഒരു ഹാഫ് റൗണ്ട് ഷേപ്പിലാണ് ആ കിക്ക് വരുന്നത്, ഒരാളുടെ ഫേസ് കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. അപ്പോൾ ബാക്കിലേക്ക് നിന്ന് എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ഇവിടെ വരും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നേരെ ബാക്കിൽ തന്നെ ആ ലെഗ് വെക്കുക. വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് മൂവിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഈ ലെഗ് ഫുൾ ബാക്ക് ചെയ്യേണ്ട, പകരം കിക്സ് അടിച്ചിട്ട് നേരെ ഫ്രണ്ടിലേക്ക് ആ ലെഗ് ലാൻഡ് ചെയ്യുക. ഇതുപോലെ കിക്സ് ചെയ്ത് മുന്നിലേക്ക് ലാൻഡ് ചെയ്ത് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൈ ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്യുക. നമ്മളൊരു എതിരാളിയുടെ ഒരു ഫേസ് ഇമാജിൻ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പോയിന്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കാല് ടച്ച് ആവുന്ന ലെഗ് അതിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ കിക്സ് ചെയ്യുക. ഈ ഒരു പൊസിഷനിലേക്ക് വെക്കുക. എന്നിവിടെ നിന്ന് ലെഗ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് പോവുക. വീണ്ടും ബാക്ക് പോവുക. ഇതുപോലെ ഒരു ഫേസ് ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ കാല് കിക്ക് അടിക്കാൻ നോക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു ഹാമർ കിക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഹാമർ കിക്ക് എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ലെഗ് താഴേക്ക് അത്രയും ഫോഴ്സിൽ ഉള്ള ഹെഡിലേക്ക് അല്ലെങ്കിൽ ഷോൾഡറിലേക്കൊക്കെ അത്ര ഫോഴ്സിൽ വരുന്നതുകൊണ്ടിട്ടാണ് അതിനൊരു ഹാമർ കിക്ക് എന്നുള്ള ആ ഒരു ഇത് തന്നെ വരുന്നത്. അപ്പം അത് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആ ഒരു രീതിയിലാണ്. നമ്മൾ ലെഗ് മുകളിലേക്ക് പോകുന്നു, കാലിൻ്റെ വെയിറ്റ് അല്ലാതെ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന ആക്ഷൻ. ഇപ്പോൾ നമ്മൾ നാടൻ രീതിയിൽ പറഞ്ഞാൽ കൂടം കൊണ്ട് തലയിലടിക്കുന്നു എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയാണ് ഈ ഹാമർ കിക്കിൻ്റെ കാര്യം. അപ്പോൾ അത്രയ്ക്ക് ഒരു എഫക്റ്റീവാണ് ഈ കിക്സ്. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ലെഗ് ഒരിക്കലും നേരെയല്ല എടുക്കുന്നത്. കാരണം നേരെ ലെഗ് പൊക്കിയിട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈ ലെഗ് റൈസ് ചെയ്യുന്ന സമയത്ത് ഈ ആളുടെ ബോഡിയിൽ ടച്ച് ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ മുകളിലേക്ക് ഇത് പോകത്തില്ല. അപ്പോൾ സെയിം അതേ ആളെ നമ്മൾ ഈ കിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സ്ട്രൈറ്റ് എടുക്കരുത്, പകരം ഒരു ആംഗിളിൽ നിന്ന് എടുക്കുക. ഈ ആളുടെ ഒരു വിത്ത് കഴിഞ്ഞിട്ട് കിക്സ് എടുക്കുക, എന്നിട്ടാണ് ആളുടെ നേരെ സ്ട്രൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. നമുക്കതൊന്ന് നോക്കാം. നോർമലി നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെഗ് ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ വരാതെ ഇതിന് ഈ ഒരു ആംഗിളിലേക്കാണ് വരേണ്ടത്. ഇപ്പോൾ ലെഗ് താഴേക്ക് എടുക്കുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്ന സെയിം അതിൽ നിന്ന് വീണ്ടും ഫോഴ്സ് താഴേക്ക് എടുക്കുക, താഴേക്ക് എടുക്കാൻ. അപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിലേക്ക് ടച്ച് ആവുന്ന സമയത്ത് നിങ്ങൾ കിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫ്ലോറിലേക്ക് ടച്ച് ആകുമ്പോൾ ആ ലെഗിനെ ജസ്റ്റ് ഒന്ന്
അവിടെ കൊണ്ടുവന്നിട്ടൊന്ന് സ്ലോ ആക്കുക. ആ വരുന്ന ഫോഴ്സിനെ കുറച്ച് കൊണ്ടുവരിക. അതല്ലെന്നുണ്ടെങ്കിൽ ഹീല് താഴെ വന്ന് അടിച്ചു കൊണ്ടിട്ട് കാല് ഇഞ്ചുറി ആവും. അപ്പോൾ കിക്സുകളെല്ലാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ